മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, 120 നോട്ട്ബുക്ക് കോസ്റ്റ് ₹22 ഈച്ച് were bought for the സ്കൂൾ സ്റ്റോർ. സ്കൂൾ സ്റ്റോറിൽ നിന്നും 22 രൂപ വിലയുള്ള 120 നോട്ട്ബുക്ക് വാങ്ങിച്ചു. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ്, ആകെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 120നെ 22 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 120 × 22. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒന്നുകിൽ 100 × 22 ചെയ്യാം, എന്നിട്ട് 20 × 22 ചെയ്യാം. അപ്പോൾ എന്തായാലും ആൻസർ വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 2640 രൂപയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബി ചോദ്യം, രമ ബോട്ട് 30 ഓഫ് ദീസ് നോട്ട്ബുക്സ് ഫോർ ₹24 ഈച്ച് ഓഫ് ഹെർ ക്ലാസ്. അപ്പോൾ എന്താണ്? രമയുടെ ക്ലാസ്സിൽ രമക്ക് ഇത് 30 രൂപക്ക് ഈ ബുക്ക് കിട്ടി. ഓക്കെ, 30 എണ്ണം രമ വാങ്ങിച്ചു, 24 രൂപക്കാണ് രമക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഹൗ മച്ച് ഡിഡ് ഷീ പേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾ എത്ര രൂപ പേ ചെയ്തിട്ടുണ്ടായിരിക്കും? എത്രയാണ്? 24 രൂപക്ക് കിട്ടി, 30 ബുക്കാണ് അല്ലേ? 24 × 30. ഓക്കെ, എത്രയായിരിക്കും എമൗണ്ട് വരുന്നത്? ഒന്ന് കൂട്ടി നോക്കൂ കൂട്ടുകാർ, എത്രയാണ് വരുന്നത്? 720 രൂപ അല്ലേ? 720 രൂപയാണ് വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 30 × 24? 30 × 24 ഈക്വൽ ആയിട്ടുള്ളത് ഏത് എന്നാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ 3 × 24 + 10 × 24. അപ്പോൾ എത്രയായി? ടോട്ടൽ നമ്മൾ കൂട്ടുമ്പോൾ ഇവിടെ എത്രയാണ്? 10ഉം 13ഉം, അഥവാ 13 × 24 വരും. ഇനി 20 × 30 + 4 × 30 ആണ്. അപ്പോൾ എത്ര വരും? 24 × 30. 30 × 25 - 1 × 25. അപ്പോൾ എത്ര വരും? ഇവിടെ 29 × 25 വരും. ഇവിടെ 3 × 24 + 10 × 24 ആണ് അല്ലേ? അപ്പോൾ 10ഉം 3ഉം 13 ഇവിടെ 4ആണ്, ഇത് ഇവിടെ 24 ആണ്. അപ്പോൾ രണ്ടിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമുക്ക് കിട്ടേണ്ടത് 30 × 24 അല്ലേ? അല്ല, ഇവിടെ വരുന്നത് എത്രയാണ്? 30 × 25 തന്നെയാണ് അല്ലേ? അല്ല, 30 × 24. അപ്പോൾ ഇവിടുന്ന് 1 കുറക്കുമ്പോൾ എന്തായിട്ട് മാറും? 30 × 24 ആയിട്ട് മാറും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ ദ ഫിഗർ ഗിവൺ ബിലോ വിത്ത് ദ സെയിം മെഷർമെൻറ്റ് യൂസിങ് ദ സ്കെയിൽ ആൻഡ് ദ സെറ്റ് സ്ക്വയർ. ഇതെന്താണ്? സ്കെയിലും സെറ്റ് സ്ക്വയറും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ എന്ത് ചെയ്യുക? 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ വരക്കുക. അതിനുശേഷം സെറ്റ് സ്ക്വയർ സ്കെയിൽ വെച്ചുകൊണ്ട് 4 സെൻറ്റിമീറ്റർ ഇവിടെ അളന്ന് വരക്കുക. ഓക്കെ, എന്നിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മളിതൊന്ന് അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി അടുത്ത ഇതിലെ ആക്ടിവിറ്റി നമ്പർ 3 ആണ് നോക്കുന്നത്. 24 × 15. ഓക്കെ, 24 × 15 ഫൈൻ ദ ആൻസർ 360 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻ ദ ആൻസർ ടു ദ ഫോളോയിങ് യൂസിങ് മെൻ്റൽ മാത്ത്. മെൻ്റൽ മാത്ത് ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 24 × 15 എന്ന് പറയുമ്പോൾ 360 ആണ്. അങ്ങനെ 240 × 15 ആകുമ്പോൾ എത്രയായിരിക്കും? ഇവിടെ ഒരു 0 കൂടും അല്ലേ? അപ്പോൾ ഒരു 0 ഇവിടെ ആൻസറിലും കൂടും, അഥവാ 3600 എന്ന് കിട്ടും. 25 × 15 ആണെങ്കിലോ ഇവിടെ വീണ്ടും ഒരെണ്ണം കൂടുകയാണ് അല്ലേ? അപ്പോൾ 360ൻ്റെ കൂടെ എന്ത് കൂട്ടണം? ഒരു 15 കൂടെ 15 കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 375 കിട്ടും, അഥവാ 360 + 15. ഇനി 23 × 15 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 360ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 15 കുറക്കണം. അപ്പോൾ എത്ര കിട്ടും? 345 എന്ന് കിട്ടും. 24 × 16 ആണല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 384 എന്ന് കിട്ടും. ഇനി സി ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 24 × 15? 24 × 50ക്ക് ഈക്വൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 12 × 12 എത്രയാണ്? 24. 24 × 15 വരും. 24 × 3 എന്ന് പറയുന്നത് 3 × 5 എത്രയാണ്? 15. അപ്പോൾ 24 × 15 എന്ന് വരും. ഇനി 12 × 10 അല്ലേ? 12 × 10 എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 25 × 14 എന്നുള്ള ഓപ്ഷൻ ഡി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 4ലേക്ക് കിടക്കാം.
For the amount allotted to certain sectors in the annual budget of a ഗ്രാമപഞ്ചായത്ത് ഈസ് ഗിവൺ ബിലോ. ഗ്രാമപഞ്ചായത്തിൻ്റെ ആനുവൽ ബഡ്ജറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്ടറും എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എ ചോദ്യം എന്ന് പറയുന്നത് ഫോർ വിച്ച് സെക്ടർ ഈസ് ദ ലീസ്റ്റ് എമൗണ്ട് അലോട്ടഡ്. ഇവിടെ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് അലോട്ട് ചെയ്തിട്ടുള്ളത് ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഏറ്റവും കുറവ് ഏതിനാണ്? ഏതിനാണ് നോക്കിക്കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിനാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും? ഡ്രിങ്കിങ് വാട്ടർ. ഇനി അടുത്തത് വിച്ച് ആർ ദ സെക്ടേഴ്സ് ഫോർ വിച്ച് മോർ ദാൻ 1 crore ഈസ് അലോട്ടഡ്. 1 കോടിയിലധികം രൂപ അലോട്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. ഇതിൽ ഏതൊക്കെയാണ് 1 കോടി എന്ന് പറയുന്നത്? 1 കോടിയിൽ മുകളിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? ഒന്നെന്ന് പറയുന്നത് അഗ്രികൾച്ചർ, മറ്റൊന്നെന്ന് പറയുന്നത് റോഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് അഗ്രികൾച്ചറും ആൻഡ് റോഡ് ഡെവലപ്മെൻറ്റും. ഇനി അടുത്തത് ഫോർ വിച്ച് സെക്ടർ ആൻഡ് എമൗണ്ട് ബിറ്റ്വീൻ 50 lakhs ആൻഡ് 60 lakhs ഈസ് അലോട്ടഡ്. 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ ഇടയിലുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആകെ ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? ഹെൽത്ത് ആണ്. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് ആൻ എമൗണ്ട് ലെസ് ദാൻ 10 million ഫ്രം ദ ടേബിൾ. 10 million ലെസ് ദാൻ ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ഏത് എമൗണ്ടാണ്? നമ്മുടെ ഹെൽത്തിൻ്റെ എമൗണ്ട് ആണ് അല്ലേ. എത്രയാണ്? 58,25,000 എന്നുള്ളത് ആൻസറായിട്ട് കിട്ടും. ഇനി അടുത്തത് ഈ ചോദ്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ടോട്ടൽ എമൗണ്ട് അലോട്ടഡ് ഫോർ ഓൾ ദ ഏരിയാസ് ഗിവൺ ഇൻ ദ ടേബിൾ. ഈ ടേബിളിലെ എല്ലാതും നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി നോക്കുക. അപ്പോഴാണ് നമുക്കിതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,26,46,734 എന്നുള്ളത് കിട്ടും. ഇനി ഇത് എത്രയിൻ്റെ ഇടയിലാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം എന്ന് പറയുന്നത്. ഒന്ന് ബിറ്റ്വീൻ 1 crore ആൻഡ് 2 crore. 1 crore 2 crore ഇടയിലാണോ? അല്ല. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബിറ്റ്വീൻ 2 crore ആൻഡ് 3 crore. 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്. അതും തെറ്റാണ് അല്ലേ. ബിറ്റ്വീൻ 3 ആൻഡ് 4 crore എന്നുള്ളത് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തെ ചോദ്യം ഡ്രോ എ സർക്കിൾ റേഡിയസ് 3 cm ആൻഡ് ഡ്രോ ദ പാറ്റേൺസ് ഗിവൺ ബിലോ ഓൺ ഇറ്റ്. എന്താണ്? നിങ്ങൾ 3 cm റേഡിയസ് വെക്കുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് 3 cm ആണ്. അപ്പോൾ 3 cm റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ നിങ്ങൾ ആദ്യം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാവുമല്ലോ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിൻ്റെ സെൻറ്റർ നമ്മൾ എടുക്കുക. ഇവിടെയും സെൻറ്റർ അടയാളപ്പെടുത്തുക, ഇവിടെയും സെൻറ്റർ അടയാളപ്പെടുത്തുക, ഇവിടെയും സെൻറ്റർ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിങ്ങോട്ട് വരയ്ക്കുക. ഇതേ രീതിയിൽ ഇങ്ങോട്ടും വരയ്ക്കുക. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇതിങ്ങോട്ടും വരയ്ക്കുക. സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? given below are circle of radius 3 cm and 1 cm. 1 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ് താഴെ, 2 സർക്കിളാണ് താഴെയുള്ളത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഡ്രോൺ ബൈ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ 2 സർക്കിൾസ്? ഈ 2 സർക്കിൾസും തമ്മിലുള്ള ജോയിനിങ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും ഇതെന്ന് പറയുന്നത്? എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 1 ആണ്. അപ്പോൾ എത്രയായി? 4 സെൻറ്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. ഹൗ മെനി 4-digit നമ്പർ ക്യാൻ ബി ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8, 9? ഈ 4 ഡിജിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എത്ര 4-digit നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ 24 എണ്ണം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, 24 എണ്ണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ ഇൻ വിത്തിൻ 7 ഇൻ ദ വൺസ് പ്ലേസ്? ഇതിൽ 7 എന്ന് പറയുന്ന വൺസ് പ്ലേസിൽ വരുന്നത് എത്ര എണ്ണം ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് 6 എണ്ണമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എഴുതി നോക്കിയതിന് ശേഷം ഉത്തരം എഴുതുക. ഇനി സി ചോദ്യം, എമംഗ് ദ നമ്പേഴ്സ് ഫോംഡ് യൂസിങ് ഓൾ ദ ഡിജിറ്റ് 6, 7, 8 and 9 ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ? അതിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും? ആകെ ഉള്ളത് 24 ആണ്. അതിലെ പകുതിയും എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അഥവാ 12 എണ്ണം ഓഡ് നമ്പർ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡി ആണ്.
ഹൗ മെനി 4-digit numbers can be formed using all the digits 6, 7, 8, 0? ഇത്രയും ഈ 4 നമ്പേഴ്സ് വെച്ചുകൊണ്ട് 4-digit നമ്പേഴ്സ് വെച്ചുകൊണ്ട് എത്ര എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് 4-digit നമ്പർ ഹൗ മെനി എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ അതൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 18 എണ്ണം കിട്ടും. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. 18 ആണ്, 18 എണ്ണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ചോദ്യം ഫൈൻഡ് ദ നമ്പർ അക്കോർഡിംഗ് ടു ദ ഹിൻസ് ഗിവൺ ബിലോ. എന്താണ്, താഴെ ഒരു ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് പ്രകാരമുള്ള നമ്പർ ഏതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. ഒന്ന് ഡിജിറ്റ് 0, 4, 6, 8, 5 ആർ യൂസ്ഡ് ഫോം ദ നമ്പർ. ഈ എല്ലാ നമ്പറും കൂടിയിട്ടുള്ളതാണ് ഈ നമ്പർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ ഈ പറയുന്ന നമ്പേഴ്സ് ഒക്കെ ഇല്ലേ ഉണ്ട് അല്ലേ, എല്ലാതും ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ദ നമ്പർ ബിറ്റ്വീൻ 40,000 ആൻഡ് 50,000. 40,000ൻ്റെയും 50,000ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ. ഇതെന്താണ്, ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതിൽ ഓഡ് നമ്പർ ആയിട്ടുള്ളത് എയും ഡിയുമാണ്. അപ്പോൾ എന്താണ്, ഇതും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ദ ഡിജിറ്റ് ഇൻ ദ 100th പ്ലേസ് ഈസ് ദ നമ്പർ ഈസ് 0. 100ൻ്റെ പ്ലേസിലുള്ളത് ഏതാണ്, 0 ആണ്. അത് രണ്ടിലും 0 ഉണ്ട് അല്ലേ. ദ നമ്പർ ഫോംഡ് ബൈ ദ 3 മിഡിൽ ഡിജിറ്റ് ബിറ്റ്വീൻ 600 and 700. ഇത് 600ൻ്റെയും 700ൻ്റെയും ഇടയിലാണ് എന്ത് വരുന്നത്, മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മിഡിൽ നമ്പർ അത് വരുന്നത് ഏതാണ്, ഇതാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.